morning. So, calculusലെ one of the most important topic ആയിട്ടുള്ള ഇൻ്റഗ്രേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേഷൻ്റെ റിവേഴ്സാണ് ഇൻ്റഗ്രേഷൻ. അതായത് ഡിഫറൻഷിയേഷൻ എന്താണോ അതിൻ്റെ ഇൻവേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇൻവേഴ്സ് ഓപ്പറേഷൻ ഓഫ് ഡിഫറൻഷിയേഷൻ. അതായത് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x എന്നല്ലേ? സോ 2xൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് സ്ക്വയർ കിട്ടും. കുറച്ച് ബേസിക് ഫോർമുലാസ് നോക്കാം. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. ഈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെന്നാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഡി എക്സ് ഇടയിൽ മാൻഡേറ്ററി ആണ്. ദെൻ സി എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റഗ്രേഷൻ്റെ കോൺസ്റ്റൻ്റ് ആണ്. അടുത്തൊരു ഫോർമുല നോക്കാം. ഇൻ്റഗ്രൽ 1/x ഡി എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് എക്സ്. ദെൻ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് is equal to e raised to x plus c. Then integral a raised to x dx is equal to a raised to x divided by log a plus c. Integral sin x dx is equal to minus cos x plus c. Integral cos x dx is equal to sin x plus c. ഈ ഫോർമുലാസ് കാണാതെ പഠിക്കുക വേണം, എന്നാലുള്ള നമുക്ക് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് സി അല്ലേ? അപ്പോൾ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാലോ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1 അല്ലേ? സോ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി. ദെൻ ഇൻ്റഗ്രൽ 3x സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാലോ ഈ കോൺസ്റ്റൻറ്റിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 3 ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എഴുതാം. അപ്പോൾ എന്ത് കിട്ടും? 3 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി. 3നെയും 3നെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ക്യൂബ് പ്ലസ് സി. ഇനി അടുത്ത് നോക്കൂ. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഡി എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് സി. അത് തന്നെയല്ലേ? ഇൻ്റഗ്രൽ 1/x ഡി എക്സ് എന്ന് പറഞ്ഞാലോ ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഇനി നമുക്ക് കുറച്ച് റൂൾസ് ഡിസ്കസ് ചെയ്യാം. കോൺസ്റ്റൻറ്റ് റൂൾ. ഇൻ്റഗ്രൽ എ ഡി എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് സി. Then power rule. Integral x raised to n dx is equal to x raised to n plus 1 divided by n plus 1 plus c, where n not equal to minus 1. Then sum or difference rule. Integral f of x plus or minus g of x dx is equal to integral f of x dx plus or minus integral g of x dx. Then constant multiple rule. Integral a into f of x dx is equal to a into integral f of x dx. ഇനി കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ഡി എക്സ്. ഇതിനെ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. പക്ഷേ ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇത് തെറ്റാണ്. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റൂളോ അല്ലെങ്കിൽ ആൾജിബ്രേനെ സിംപ്ലിഫൈ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഇൻ്റഗ്രൽ 5 ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റഗ്രൽ എ ഡി എക്സ് കോൺസ്റ്റൻറ്റ് റൂൾ എന്താ? ഇൻ്റഗ്രൽ എ ഡി എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് സി എന്നല്ലേ? സോ ഇൻ്റഗ്രൽ 5 ഡി എക്സ് എന്ന് പറഞ്ഞാൽ 5x പ്ലസ് സി. ഇനി ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് പ്ലസ് 2x മൈനസ് 7 dx. ഇതിന് നമ്മൾ എങ്ങനെ ചെയ്യാം?
സം ഓർ ഡിഫറൻസ് റൂൾ യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 2x ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ -7 ഡി എക്സ് എന്ന് കൊടുക്കാം. ഈക്വൽ ടു എന്ത് വരും? ഇതിനെ നമ്മൾ മാറ്റണ്ടേ? ഇതിനെ ഏത് റൂളിൽ എഴുതാം? കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ അല്ലേ. സോ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ഡി എക്സ് പ്ലസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ -7 ഡി എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 4/4 അല്ലേ. എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1 അല്ലേ. സോ പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 -7x. ഇത് കോൺസ്റ്റൻറ്റ് റൂൾ വെച്ചിട്ട് -7 ഇൻറ്റു എക്സ് ഈക്വൽ ടു എന്ത് വരും? ഈ 2നെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് റേസ് ടു 4/4 പ്ലസ് എക്സ് സ്ക്വയർ -7x പ്ലസ് സി എന്ന് വരും. അടുത്ത എക്സാമ്പിൾ നോക്കിയേ. ഇൻ്റഗ്രൽ 3x - 5 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതിനെങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 3x ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ 5 ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും? ഇതിനെ 3 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ 5 ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ്. സോ ഇതെന്ത് വരും? 3 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 5x പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 3x² ബൈ 2 മൈനസ് 5x പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി എന്ന് എഴുതിക്കൂടെ? ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് എഴുതിയെന്നുള്ളൂ. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 4 - 7x പ്ലസ് 2 ഡി എക്സ്. ഇതും എങ്ങനെ ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുക അല്ലേ. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 4 ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ 7x ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 2 ഡി എക്സ്. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ ഇതിനെ നമുക്ക് നേരെ എഴുതണ്ടേ. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 4 ഡി എക്സ് മൈനസ് 7 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 2 ഡി എക്സ്. അപ്പോൾ എന്ത് വരും? എക്സ് റേസ് ടു 5/5 മൈനസ് 7 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 2x പ്ലസ് സി. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ്റഗ്രൽ 4x റേസ് ടു 5 മൈനസ് 2x² പ്ലസ് 7 ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും? ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ 4x റേസ് ടു 5 ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ 2x² ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 7 ഡി എക്സ് ഈക്വൽ ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 5 ഡി എക്സ് മൈനസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 7 ഡി എക്സ് ഈക്വൽ ടു 4 ഇൻറ്റു ഇതെന്താണ് വരിക? എക്സ് റേസ് ടു n ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1 അല്ലേ. സോ എക്സ് റേസ് ടു 6 ഡിവൈഡഡ് ബൈ 6 മൈനസ് 2 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 7x അല്ലേ. ഇവിടെ കോൺസ്റ്റൻറ്റ് റൂള് അപ്ലൈ ചെയ്യുക. 7x ഇൻ്റഗ്രൽ എ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ എക്സ് പ്ലസ് സി എന്നല്ലേ. സോ അത് നമ്മളിവിടെ അപ്ലൈ ചെയ്തു. പ്ലസ് സി അതായത് 4x റേസ് ടു 6/6 മൈനസ് 2x³ ബൈ 3 പ്ലസ് 7x പ്ലസ് സി. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കി എഴുതാം. ഇവിടെ ഇങ്ങനെ 2/3 എന്ന് പറഞ്ഞിട്ട് എഴുതാം. 2x റേസ് ടു 6/3 എന്ന് പറഞ്ഞ് എഴുതാം.